പരിശുദ്ധവും രക്ഷാകരവുമായ വലിയ നോമ്പിൽ സഹയാത്രികരെ, ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികളിൽ കുഷ്ഠരോഗിക്ക് താൻ സൗഖ്യം നൽകുന്നതാണല്ലോ വലിയ നോമ്പിലെ 2-ാം ഞായറാഴ്ച നാം അനുസ്മരിക്കുന്നത്. ആത്മീയ തലത്തിൽ ഈ വേദഭാഗം മനനം ചെയ്യുമ്പോൾ കുഷ്ഠം പൂണ്ട വ്യക്തി നമ്മുടെ പാപാവസ്ഥയെ പ്രതിബിംബിക്കുന്ന ഉൾക്കാഴ്ച ഉളവാക്കുന്നു. ശരിക്കും ഒന്ന് ആത്മശോധന ചെയ്താൽ മനസ്സിലാക്കാം, ഞാൻ ഇന്നും കുഷ്ഠം പൂണ്ടാണോ ജീവിക്കുന്നത്? പ്രത്യക്ഷത്തിൽ ജീവിതം വല്ലാതെ അങ്ങ് വളർന്നു പ്രിയമുള്ളവരെ. പക്ഷെ കാണപ്പെടാത്ത ഒന്നാണല്ലോ പാപം എന്ന കുഷ്ഠം. ഇഹലോക ജീവിതത്തിൽ സ്വ ആശ്രയത്തിലും സ്വന്തം യുക്തിയിലും അധിഷ്ഠിതമായി ജീവിച്ച് ദൈവമഹത്വത്തിന്റെ മഹനീയവും അദൃശ്യവുമായ അങ്കി നഷ്ടപ്പെടുത്തുന്നതാണ് ഇന്നത്തെ അപ്രത്യക്ഷമായ കുഷ്ഠം. കുഷ്ഠം പൂണ്ട വ്യക്തി പാപാവസ്ഥയിൽ നമ്മെ പ്രാതിനിധ്യം വഹിക്കുന്നുവെങ്കിൽ അവൻ കാട്ടിയ ആത്മസമർപ്പണം ദൈവ മനസ്സിന് തന്റെ സൃഷ്ടിയോട് കരുണ കാട്ടുവാൻ പ്രേരിപ്പിച്ച് ദൈവ സ്വാതന്ത്ര്യം വെളിവാക്കുന്നു. അടിവരയിട്ട് വായിക്കേണ്ടിയത്, അവൻ യേശുവിനെ കണ്ടിട്ട് കവിണ് വീണ്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. He fell on his face and begged, Lord, if you are willing, you can make me clean. സൃഷ്ടാവിനെ മുന്നിൽ കണ്ടുകൊണ്ട് സൃഷ്ടി നിലത്തെ മണ്ണോളം കവിണ് വീണ് തന്റെ ഉത്ഭവം തിരിച്ചറിയുന്ന അതിശ്രേഷ്ഠമായ കാഴ്ചയാണിത്. സൃഷ്ടാവിന്റെ മുൻപിൽ ഒരു തിരിച്ചറിവോടുകൂടി വീഴുമ്പോൾ തന്നെ ദൈവസ്നേഹത്തിൽ നവീകരിക്കപ്പെടുവാൻ താൻ ദൈവ ഇഷ്ടത്തെ പ്രേരിപ്പിക്കുന്നു. ജീവിച്ചിരിക്കുമ്പോൾ ഈ പുതുക്കമാണ് പ്രിയമുള്ളവരെ ഈ നോമ്പുകാലത്തിൽ നാം ആർജിക്കേണ്ടത്. ഓരോ ശവസംസ്കാരത്തിലും നാം ശ്രവിക്കുന്നുണ്ടല്ലോ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും, വീണ്ടും നവീകരിക്കപ്പെടും. എന്നാൽ ആ നവീകരണം, ആ പുതുക്കം വരുവാനുള്ള ലോകത്തിൽ ഇഹലോക വ്യാപാരത്തിലൂടെ, കൗദാശികമായ അനുഭവങ്ങളിലൂടെ നമ്മെ തന്നെ സജ്ജമാക്കേണ്ടതാണ്. സൃഷ്ടാവിന്റെ മുൻപിൽ മുട്ടുകുത്തുന്നതും കവിണ് വീഴുന്ന ഓരോ നിമിഷങ്ങളും പരിശുദ്ധ കുമ്പസാരത്തെ സൂചിപ്പിക്കുന്നു. ദൈവമേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കണമേ. സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധനയുടെ അടിസ്ഥാന ഘടനയാണ് അനുതാപം. നമ്മുടെ ഓരോ കുമ്പിടിയിലും അനുതാപ സൂചകം ആണെങ്കിൽ മാത്രമേ ദൈവ മുൻപാകെ നാം പുതുക്കപ്പെടുവാനുള്ള പാത്രമായി തീരൂ. ദൈവം പരിശുദ്ധ തൃത്വത്തിന്റെ ദൃഷ്ടാന്തത്തിൽ തന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ അടുത്ത് ചെന്നപ്പോൾ അബ്രഹാം നിലത്ത് താണ് അവരെ വന്ദിച്ചു. ശരിക്കും മണ്ണാകുന്നു എന്ന ബോധ്യം കൗദാശികമായി ഉണ്ടായെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പ്രതിപുരുഷൻ ആകുന്ന പുരോഹിതൻ എന്ന കുശവന്റെ കയ്യിൽ നിന്നും ജീവമന്ന ഈ അനുതാപ നനവുള്ള മണ്ണിനോട് ചേരുവാൻ മനസ്സ് വെക്കുകയുള്ളൂ. പരിശുദ്ധ നോമ്പിലെ ഒരു ഗീതം പാടിക്കൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. മണ്ണാൽ മനയപ്പെട്ടവനെ നീ നിഗളിക്കേണ്ട, മണ്ണേ നാളെ ചേരും നീ മാതാവാമന്നിൽ. എങ്ങനെ വലിയോർ ഭീകരരായി തീർന്നു കബറിൻ ഉള്ളിൽ കയറി കാണുക നീ. ഉന്നതരെ താഴ്ത്തും ദൈവം
താഴ്മ വരിക്കുക നീ. ഉന്നതിയേകും വിനയത്തെ കൈക്കൊണ്ടെന്നും